നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഉച്ചക്കലയ്ക്ക് ഇന്ന് ഞാൻ ചോറിനുണ്ടാക്കുന്ന ഒരു കറി പുളിങ്കറിയാണ് കേട്ടോ. ഇന്നൊരു സ്പെഷ്യൽ പുളിങ്കറിയാണ്. മത്തങ്ങ കിട്ടിയിട്ടുണ്ട്, പിഞ്ച് മത്തങ്ങ. ആ പിഞ്ച് മത്തങ്ങ കൊണ്ട് ഞാൻ ഒരു കറി ഉണ്ടാക്കാൻ പോവാം. ഓക്കെ, പുളിങ്കറിയിൽ വേണമെങ്കിൽ 2-3 കഷ്ണമൊക്കെ ഇടാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മത്തങ്ങ ഇടാം, പിന്നെ കുമ്പളങ്ങ ഇടാം, ക്യാരറ്റൊക്കെ ഇടാൻ വേണമെങ്കിൽ. അപ്പോൾ നമുക്കതൊരു 3 കഷ്ണം കൊണ്ടൊരു നല്ല ഒരു പുളിങ്കറി വെച്ചാലോ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് പുളിങ്കറി എന്ന് പറയുന്നത്. അത് എളുപ്പത്തിൽ ഉണ്ടാക്കാറുണ്ട്, പരിപ്പൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കാറ്, പരിപ്പ് വേവിച്ച് കഷ്ണം ഇട്ട്. ഇന്ന് അങ്ങനെയൊന്നുമല്ല ചെയ്യണേ. ഇന്ന് ഞാൻ ചെയ്യണ പുളിങ്കറി നോക്കൂ കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മത്തങ്ങ. കണ്ടോ, നല്ല പച്ച മത്തങ്ങയാണ്. നമുക്കത് മുറിക്കാം. മത്തങ്ങ എടുത്തു, കുമ്പളങ്ങയും ഒരു കഷ്ണം എടുക്കാം. അപ്പോൾ പച്ച മത്തങ്ങ, വെള്ള കുമ്പളങ്ങ. ഇതിന് തൊലിയൊന്നും കളയണ്ട കേട്ടോ. കുരു മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാം, എന്നിട്ടത് വറുത്തെടുക്കാം കേട്ടോ. പംകിൻ കുരു ഇന്നലെ അമ്മ വന്നപ്പോൾ കുറേ സീഡ്സ് കൊണ്ടുണ്ട്. പംകിൻ കുരു ഒക്കെ ഇതിലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ നല്ല ഒരു ഉണ്ട ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് തൊലിയൊന്നും കളയണ്ട. പിന്നെ മഞ്ഞ കളറിന് ഒരു ഓറഞ്ച് കളറിന് ഒരു ക്യാരറ്റും. അപ്പോൾ ഒരു പച്ച, ഒരു മഞ്ഞ, ഒരു വെള്ള എല്ലാം കൂടിയിട്ട് നമുക്ക് നല്ല ഇതൊക്കെ കൊടുത്ത് നുറുക്കാം. ഓക്കെ, കഴുകിയിട്ട് നമുക്ക് കൽച്ചട്ടിയിലിടാം കേട്ടോ. കൽച്ചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത്, കുക്കറിലല്ല. കുക്കറിൽ വെച്ചാൽ വിസിലടിക്കുമ്പോഴേക്കും മത്തങ്ങ പായസം പൊലിയും. അപ്പം അങ്ങനെ കഷ്ണം നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കഷ്ണം വലുതാക്കി നുറുക്കണം. പിന്നെ കൽച്ചട്ടിയിൽ അടുപ്പത്ത് വെക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പിട്ടു, കല്ലുപ്പാണ്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. വെള്ളമൊഴിക്കാം. മുളക് 2 എണ്ണം ഇതിൽ കീറിയിടാം കേട്ടോ. 2 പച്ചമുളക് കീറിയിട്ടു. നമുക്കിത് അടുപ്പത്ത് വെക്കാം കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വറുക്കാനുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം മല്ലി എടുത്തു, പച്ചമല്ലി. പിന്നെ ഒരു 4 വറ്റൽമുളക് എടുത്തു. ഒരു അര ടീസ്പൂണോളം ഉലുവ. ഞാൻ സ്പൂണിൽ അളക്കിടൊന്നുമില്ല കേട്ടോ, വിരലോണ്ട് എടുക്കണേ. ഇനി കുറച്ച് ഉഴുന്ന് പരിപ്പ് എടുക്കാം. ഉഴുന്ന് പരിപ്പ് ഏകദേശം 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് എടുത്തു. പിന്നെ നമ്മൾ സാമ്പാറിന് ഉപയോഗിക്കുന്ന പരിപ്പുണ്ടല്ലോ, അതിന് കുറച്ചൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ പരിപ്പ് ഇട്ടിട്ടില്ലല്ലോ അതിൽ ഓൾറെഡി. അപ്പോൾ മുളക്, മല്ലി, ഉലുവ, ഉഴുന്ന് പരിപ്പ്, തുവരപ്പരിപ്പ് എല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് വറുക്കണം. നമ്മളിവിടെ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഇത് തിളച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ചിട്ടുണ്ട്. നോക്കട്ടെ. വലിയ ബർണറിലേക്ക് മാറ്റാം കേട്ടോ. തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ മത്തങ്ങ പിന്നെ അധികം നേരം വെന്താൽ വല്ലാണ്ട് ഉടഞ്ഞു പോകും. അത് കാരണം നമുക്ക് അതിലേക്ക് പുളി ചേർക്കാം. കോൽപ്പുളി ചേർക്കുകയാണെങ്കിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്ത് കലക്കി ഒഴിക്കാം. നമുക്കിന്ന് ഞാൻ ചേർക്കണത് കുടപ്പുളി കേട്ടോ. കുടപ്പുളിയാണ് ചേർക്കണത്. അപ്പോൾ എന്നോട് ചോദിച്ചിരുന്നല്ലോ ഒരാൾ, നിങ്ങൾ എന്താണ് ഈ പുളി എടുത്ത് ചെയ്യാന്ന്. അപ്പം ഞാൻ അന്വേഷിച്ച എൻ്റെ അനിയത്തി പറഞ്ഞു, ചേച്ചി ഇതൊക്കെ ഇടാല്ലേ, അധികമില്ലല്ലോ, കഴുകിയെടുത്താണ് ഇടാൻ പോവാണ് കേട്ടോ. 2 കഷ്ണമാക്കിയില്ല, അധികം പോവാം. ഇല്ലില്ല, എന്താ സ്റ്റീൽ കത്തി കൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പൊളിച്ചു, അതിലിട്ടു. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് ആവട്ടെ. അത് ആവട്ടെ. അപ്പോഴേക്കും നമുക്കിത് വേവുമ്പോഴേക്കും ഇത് വറുത്തെടുക്കാം കേട്ടോ. തീ കത്തിച്ചു, ചീനച്ചട്ടി വെച്ചു. കുറച്ച് വെള്ളം കൂടി ഒഴിക്കട്ടെ കേട്ടോ. വെള്ളം കുറവാണ്, ഒഴിച്ചു. മല്ലി, മുളക്, ഉലുവ, ഉഴുന്ന് പരിപ്പ്, പിന്നെ തുവരപ്പരിപ്പ് നമുക്ക് വറക്കാം. ഞാൻ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഡ്രൈ റോസ്റ്റാണ്. ഒന്ന് ചൂടാവണം.
നല്ല വാസന വന്നു കേട്ടോ, വറവായ വാസന. ഈ നാളികേരത്തിൽ നിന്ന് കുറച്ച് ഇതിലിട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. വറവാവൊന്നും വേണ്ട, പതുക്കെ ഒന്ന് ചൂടായാൽ മതി. പച്ചക്ക അരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സാധാരണ നമ്മൾ പുളിങ്കറിക്ക് പച്ചക്ക അരയ്ക്കാറ്. ഇതിപ്പോൾ ഒന്ന് ചൂടായിക്കോട്ടെ, സ്വാദ് കൂടും. വറവാവൊന്നും വേണ്ട, ചോക്കെ വറക്കേണ്ട ആവശ്യമില്ല. ഇതാ ഞാൻ ഓഫാക്കാൻ പോവാണ്. ഓഫാക്കിയിട്ടോ, അത്ര ചൂടായാൽ മതി. പിന്നെ ഞാനിതിൽ പുളി കുടപ്പുളി ഇട്ടിരിക്കണ കാരണം എന്താണെന്നറിയാം, ചില ആൾക്കാർക്ക് കോൽപ്പുളി ഒഴിച്ചാൽ വയറിന് പിടിക്കുന്നില്ല, ഗ്യാസ് വരുന്നുണ്ട്. അപ്പോൾ ഗ്യാസ് വരാത്തൊരു പുളിയാണ് കുടപ്പുളി. ഔഷധ ഗുണം ഉണ്ടെന്നാണ് പറയണേ കുടപ്പുളിക്ക്. നന്നായിട്ട് ഇത് വാങ്ങി വെച്ചു കേട്ടോ. ഇനി കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് പകർത്തി വയ്ക്കാം. നമുക്ക് നന്നായിട്ട് തിളച്ചു കേട്ടോ. വെന്തിട്ടുണ്ട്, ക്യാരറ്റ് വെന്തിട്ടുണ്ട്, കുമ്പളങ്ങി വെന്തിട്ടുണ്ട്, മത്തങ്ങ പിന്നെ പറയണ്ടല്ലോ. ഈ പുളി ഇല്ലേന്ന് നോക്കണം, പുളി നോക്കാം കേട്ടോ. പുളി ആയിട്ടുണ്ട് കേട്ടോ. അതിൽ കിടന്ന പുളി ഒന്നും കൂടി കൂടും. ചൂടാറുമ്പോൾ അരക്കാം. ഇതാ അരച്ച് കഴിഞ്ഞു. നോക്കൂ, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ. ബെസ്റ്റായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഈ നന്നായിട്ട് തിളച്ചിട്ടുണ്ടല്ലോ, പുളി ഒഴിച്ചിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് ഒഴിക്കാം. അങ്ങനെ ഫുള്ള് ഒഴിച്ചു കേട്ടോ. ഇളക്കാം. ആ ജാറ് ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കേട്ടോ. അപ്പോൾ മുഴുവനും വന്നു ഇതിലേക്ക്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തിളച്ചു കൂട്ടുക. തിളച്ചതിന് ശേഷമാണ് ഞാൻ വാങ്ങി വയ്ക്കണത്. അടച്ചു വയ്ക്കുക. ഇനി ഇതിലേക്ക് കടുകും മുളകൊക്കെ വറുത്തിടണം. പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, ഉലുവ ഇട്ടു, കറിവേപ്പിലിട്ടു, എല്ലാം ഇട്ടു കേട്ടോ. വറുത്തിട്ടു. പണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ പുളിങ്കറി റെഡി. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒരു ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ഓക്കേ.